ജനമേവിന്റെ ജയമെവിടെ? അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. മരണമേവിന്റെ ജയമെവിടെ? അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. ആനന്ദമേ, നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. ജഡമായ മായന്റെ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം കാതലൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ജഡമായ മായന്റെ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം കാതലൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ആനന്ദമേ, നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു, ഞാനും ചേർന്നിടുന്നു. പ്രൈസ് ദ ലോർഡ്. IPC പ്രേയർ സെന്റർ തിരുവല്ല ഒരുക്കുന്ന ലിവിംഗ് കരിസ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവനുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്വർഗത്തിൽ എന്നേക സ്ഥിരമായിരിക്കുന്ന ദൈവവചനം പാസ്റ്റർ രാജു പൂവക്കാല നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശ്രദ്ധിച്ചാലും. നീയെന്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരായി വരും? നീ എന്റെ ചാരയുണ്ടെങ്കിൽ എന്തിനു വേറൊരു ആശ്രയം? നീ എന്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരായി വരും? നീ എന്റെ ചാരയുണ്ടെങ്കിൽ എന്തിനു വേറൊരു ആശ്രയം? നീ എന്റെ ചാരയുണ്ടെങ്കിൽ എന്തിനു വേറൊരു ആശ്രയം? ദാനിയേലിൻ കൂടെയിരുന്നു, സിംഹത്തിൻ വായടച്ചു. ദാനിയേലിൻ കൂടെയിരുന്നു, സിംഹത്തിൻ വായടച്ചു. എന്നോട് കൂടെയിരുന്നു, ശത്രുവിൻ വായടയ്ക്കും. എന്നോട് കൂടെയിരുന്നു, ശത്രുവിൻ വായടയ്ക്കും. നീ എന്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരായി വരും? നീ എന്റെ ചാരയുണ്ടെങ്കിൽ എന്തിനു വേറൊരു ആശ്രയം? നീ എന്റെ ചാരയുണ്ടെങ്കിൽ എന്തിനു വേറൊരു ആശ്രയം? ദാവീദിൻ കൂടെയിരുന്നു, ഗോലിയാത്തിൻ തല തകർത്തു. ദാവീദിൻ കൂടെയിരുന്നു, ഗോലിയാത്തിൻ തല തകർത്തു. എന്നോട് കൂടെയിരുന്നു, ശത്രുവിൻ തല തകർത്തു. എന്നോട്
എന്നെ ശാന്തമായി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും ദൈവവചനമായി നമുക്ക് കണ്ടുമുട്ടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം നമ്മൾ ചിന്തിച്ചു വരുന്ന ദൈവത്തിൻ്റെ വചനം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ്. അല്ലയോ പരാക്രമശാലി യഹോവ നിന്നോട് കൂടെയുണ്ട്. ക്രിസ്തീയ ജീവിതം ദൈവം കൂടെയുള്ള ജീവിതമാണ്. ഗിദെയോനെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞു. ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്ലാനുകളും പദ്ധതികളും നമ്മുടെ മേലുണ്ട്. നമ്മളെ ഫോളോ ചെയ്യും. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വരെ ദൈവം നമ്മളെ ഫോളോ ചെയ്യുകയാണ്. അത് പൂർത്തീകരിക്കുന്നതിന് വരെ ദൈവം നമ്മുടെ മേൽ നിന്ന് കണ്ണു മാറ്റുകയില്ല. അത് ചെയ്യിച്ചിട്ട് ദൈവം അത് മാറുകയുള്ളൂ. റഡാർ പോലെ ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ ഗിദെയോനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. അവനെ യാഗം കഴിക്കുന്നു. അവനെ യാഗത്തിന്മേൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നു. അതിനുശേഷമായി അവൻ്റെ അപ്പൻ്റെ ബാല്യ ബലിപീഠങ്ങളെ ഇടിച്ചു കളയുന്നു. അവൻ കാളയെ യാഗം കഴിക്കുന്നു. ആ യാഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നു. അശേര പ്രതിഷ്ഠകളെ ഇടിച്ചു കളയുന്നു. ഇതെല്ലാം ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിഞ്ഞു. ഇവിടെ നമ്മൾ അടുത്തതായി കാണുന്നത് ഗിദെയോൻ പറയുന്നു, കർത്താവേ, ഞാൻ ഇനിയൊരു ടെസ്റ്റോട് വെക്കുകയാണ്. ഗിദെയോന് തന്നെ സംശയമാണ്, എന്നെക്കൊണ്ട് തന്നെയാണോ ദൈവം ഈ കാര്യം ചെയ്യിക്കാൻ പോകുന്നത്. ഗിദെയോൻ പുതിയൊരു ടെസ്റ്റ് വെക്കുകയാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ, നീ അരുളി ചെയ്ത പോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യിൽ രക്ഷിക്കും. ഇതാ, ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിടുന്നു. മഞ്ഞു തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെ ഉണങ്ങിയതായിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്ത പോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യിൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. അതിന് പിറ്റേന്ന് അധികാരത്തിൽ എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞും മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. ഇതൊരു ടെസ്റ്റ് വെക്കുകയാണ്. അവനൊരു ആടിൻ്റെ തോൽ നിവർത്തിടും. മഞ്ഞ് പെയ്യണം. മഞ്ഞ തോലിന്മേൽ മാത്രം പെയ്യണം. ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവൻ ഉണങ്ങിയിരിക്കണം. രണ്ടാമത്തെ ടെസ്റ്റ് ഗിദെയോൻ വെച്ചത്, ദേശം മുഴുവൻ മഞ്ഞുണ്ടെന്നറിയണം. തോലവൻ നൂർത്തിടും. തോലയിൽ മാത്രം മഞ്ഞ് വീഴാൻ പാടില്ല. വളരെ ചിന്തനീയമായ ഒരു ടെസ്റ്റാണ് ഗിദെയോൻ ദൈവത്തോട് വെച്ചത്. ഒന്നാമതായി അവൻ പറയുന്നു, തോൽ നനയണം, ദേശം ഉണങ്ങിയിരിക്കണം. രണ്ടാമത് പറയുന്നു, ദേശം നനയണം, തോൽ മാത്രം ഉണങ്ങിയിരിക്കണം. ഒരു കാര്യം ഗിദെയോൻ ഹൃദയപൂർവമായി ചെയ്തു. ആദ്യം തന്നെ അവൻ്റെ തോൽ നനയണമെന്ന് അവൻ ചിന്തിച്ചു. പിന്നെ മതി ദേശം നനയുന്നത്. താൻ തന്നെ നനഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ദേശം നനഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നറിയാമായിരുന്നു. രണ്ടാമത്തെ ടെസ്റ്റിൽ അവനെ തോൽ നനയണ്ട, ബാക്കിയുള്ള ദേശം മുഴുവൻ നനയട്ടെ എന്നവൻ ചിന്തിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതൽ ആദ്യം വേണ്ടത് അവൻ്റെ ജീവിതത്തിൽ നനവുണ്ടാകുക എന്നുള്ളതാണ്. നനവേ അഭിഷേകത്തിൻ്റെ നനവാണ്, പരിശുദ്ധാത്മാവിൻ്റെ നനവാണ്. ശുശ്രൂഷ, നീ ദൈവത്തിന് വേണ്ടി വലിയ ദൗത്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം നിനക്കൊരു നനവുണ്ടാകണം. നിനക്കൊരു ആത്മീയമായ ഒരു അഭിഷേകം ഉണ്ടാകണം. എന്നിട്ട് വേണം നാടിനെ നനയ്ക്കാൻ, നാടിന്മേൽ അഭിഷേകം ഉണ്ടാകാൻ. പല ആളുകളും നാടിനെ നനയ്ക്കാൻ ഇറങ്ങും, നാടിനെ ദൗത്യത്തിലേക്ക് നീക്കാൻ ഇറങ്ങും. സ്വന്തമായ അനുഭവത്തിൻ്റെ ഒരു ആത്മീയമായ നവോത്ഥാനമില്ല. സ്വന്തം കുടുംബത്തിൻ്റെ അകത്തൊരു വിടുതലില്ല, തലമുറയിലൊരു വിടുതലില്ല, കുടുംബജീവിതത്തിന് അതൊരു വിടുതലില്ല. ഡ്രൈ ആണ്. ശരിക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല, ശരിക്കും സ്തോത്രം പറയത്തില്ല, ശരിക്കും ബൈബിൾ വായിക്കത്തില്ല, ശരിക്കും കർത്താവിനെ പ്രവർത്തിക്കത്തില്ല. കുടുംബമായി ഒരു ആത്മീയമായിട്ടൊരു നവോത്ഥാനമില്ല. എന്നാൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരെയും ആത്മീയമായി ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും. അവരെ വളർത്തുക, മറ്റുള്ളവരെ വളർത്തിയെടുക്കുക, അയൽവക്കക്കാരെ വളർത്തുക, സഭക്കാരെ വളർത്തുക, നാട്ടുകാരെ വളർത്തുക. സ്വന്തം ജീവിതത്തിൽ നന്മയില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യം വേണ്ടത് അവനവൻ്റെ ജീവിതത്തിൽ നനവാണ് വേണ്ടത്. നിന്നെക്കുറിച്ച് ദൈവം ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ദൗത്യത്തിന് മുമ്പായി നിനക്കൊരു നനവുണ്ടാകണം. നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവിൻ്റെ ദൗത്യത്തിന് വേണ്ടി. നമ്മളെ തന്നെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ശേഷമായി
മറ്റുള്ളവരിലേക്ക് നനവ് വ്യാപരിക്കണം. ആദ്യം നമ്മൾ നനയണം, പിന്നത്തേതിൽ മറ്റുള്ളവർ നനയണം. വലിയ ശുശ്രൂഷ നിന്റെ മുമ്പിലുണ്ട്. പക്ഷെ ശുശ്രൂഷയ്ക്ക് മുമ്പായി നിനക്കൊരു നനവുണ്ടാകണം, നിനക്കൊരു വിടുതലുണ്ടാകണം, നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകണം. ആ വിടുതൽ അനുഗ്രഹം നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ അതിരുകളില്ലാതെ അനുഗ്രഹിപ്പാൻ ദൈവശക്തനാണ്. ചെറിയ കാര്യമല്ല ഗിദ്യോൻ ചെയ്യാൻ പോകുന്നത്, ചെറിയ കാര്യമല്ല ഗിദ്യോനെ കൊണ്ട് ദൈവം ജയിക്കാൻ പോകുന്നത്. ദേശത്തെ മുഴുവൻ വിളവുകൾ അപഹരിച്ചുകൊണ്ട് പോകുന്ന മിദ്യാനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് വേണ്ടി ഗിദ്യോൻ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവം അവനെ ഒരുക്കി മെരുക്കിയെടുക്കുകയാണ്. ഒരു സംശയവുമില്ലാത്ത നിലയിൽ, ഒരു നിരാശയും തോന്നാത്ത നിലയിൽ ദൗത്യത്തിന് വേണ്ടി അവനെ ഒരുക്കിയെടുക്കുകയാണ്. ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത്ഭുതങ്ങളുടെ പരമ്പരകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. നന്മ നിന്റെ ജീവിതത്തിൽ വേണോ, അനുഗ്രഹം വേണോ, ശുശ്രൂഷ വേണോ, ആദ്യം നീ നനയണം. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് നനവുണ്ടാകണം. നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് പരിശുദ്ധമായ നിറവ് അഭിഷേകം ഉണ്ടാകണം. നിന്റെ തലമുറയ്ക്ക് നനവുണ്ടാകണം. ഭൗതികത്തിൻ്റെ പുറകെയുള്ള ഓട്ടത്തിനിടയിൽ ആത്മീയത്തിൻ്റെ നനവ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. പണ്ടത്തെ കാലത്ത് നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം വലിയ ആഗ്രഹമായിരുന്നു. അവരുടെ തലമുറകളെല്ലാം അഭിഷേകത്തിൽ തന്നെ വേണം, ആത്മീയമായി ഉയരണം, വചനത്തിൽ ഉയരണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. ഇപ്പോഴേ ട്രെൻഡ് മുഴുവൻ മാറി. ട്രെൻഡ് മാറി. എന്താ ട്രെൻഡ്? പഠിക്കണം, ഉയരണം, നല്ല മാർക്ക് വാങ്ങണം, ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, അങ്ങനെ ജോലി കിട്ടണം, സാമ്പത്തികമായിട്ട് ഉയരണം. സാമ്പത്തികത്തിൽ ഉയരുന്ന തെറ്റാൻ ഞാൻ പറയുന്നില്ല, നല്ല കാര്യം. പക്ഷേ സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ നമ്മുടെ ആത്മീയമായ കൃപകളും നഷ്ടപ്പെടാൻ പാടില്ല. ബൈബിൾ പറയുന്നു, മുന്നമേ അവരെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നമുക്ക് ലഭിക്കും. ഭൗതികത്തിന് പുറകെ പോയിട്ട് ആത്മീയം നഷ്ടപ്പെടാൻ പാടില്ല. ഏറ്റവും നമുക്ക് മുൻഗണന കൊടുക്കേണ്ടത് ആത്മീയ കാര്യത്തിന് വേണ്ടിയാണ്. അല്പ സമ്പത്ത് കുറഞ്ഞാലും, അല്പധനം കുറഞ്ഞാലും, അല്പം വീട് കുറഞ്ഞാലും, കാറില്ലെന്ന് വന്നാലും ആത്മീയം മുമ്പിലുണ്ടോ, ബാക്കി എല്ലാം തരാൻ ദൈവശക്തനായ ദൈവമാണ്. ഒരു സ്പിരിച്വൽ ലൈഫ്. അഭിഷേകം സ്വന്തമായ നനവുള്ള അവൻ്റെ വാക്കുകൾ കേട്ടാൽ അറിയാം. ചില ആളുകളോട് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവൻ ഏത് ടൈപ്പാണെന്ന്. എപ്പോഴും നിരാശപ്പെടുന്ന വാക്കുകളിലും ടെൻഷൻ നിറഞ്ഞ വാക്കുകളിലും നെഗറ്റീവ് വാക്കുകളുമാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൽ നനവില്ല. ചില ആളുകളോട് നമ്മൾ 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ചാർജ് ഉണ്ടാകും. അവൻ്റെ അകത്തുള്ള പോസിറ്റീവ് മെൻറ്റാലിറ്റി നമ്മുടെ അകത്തേക്ക് വ്യാപരിക്കും. നമുക്കതിനൊരു വീര്യമുണ്ടാകും, നമുക്കതിനൊരു ധൈര്യമുണ്ടാകും, നമുക്കതിന് ഉറപ്പുണ്ടാകും. വിശ്വാസ വാക്കുകൾ പറഞ്ഞ വിശ്വാസ വീരന്മാരെ ദൈവം തിരയുകയാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ആ കുടുംബത്തിൽ മൊത്തമായ ഒരു നനവുണ്ടാകട്ടെ, ആത്മീയമായൊരു നവോത്ഥാനം ഉണ്ടാകട്ടെ. ചില സഭകൾ ഡ്രൈ ആണ്. ചില സമയത്ത് ചെന്നാൽ നമുക്ക് പ്രസംഗിക്കാൻ തോന്നത്തില്ല. ഉണങ്ങിയ പാട്ടുകളും ഉണങ്ങിയ പ്രാർത്ഥനയും വരണ്ട പ്രസംഗങ്ങളുമാണ്. ആ സഭയിൽ പുതുതായിട്ട് ആത്മാക്കൾ വരുന്നില്ല. ആ സഭയിൽ ഉപവാസ പ്രാർത്ഥനയില്ല. പതിവ് പോലെ വന്ന് കൈയടിച്ചു, പാട്ടുപാടി, യോഗം കൂടി പോവുക എന്ന് മാത്രമേ ഉള്ളൂ. നനവില്ല. പരിശുദ്ധാത്മാവിന്റെ മഞ്ഞിന്റെ നനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അഭിഷേകത്തിൽ നനവുള്ളവനെ മുഖത്ത് നോക്കിയാൽ അറിയാം, അവനെ കൈയടി കണ്ടാൽ അറിയാം, അവനെ സ്തോത്രം കേട്ടാൽ അറിയാം. അവനെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ വീടിൻ്റെ അകത്ത് കെട്ടുകളെ കർത്താവ് പൊട്ടിക്കും. പരിശുദ്ധമായ നിയോഗവും നടത്തിപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നനമുള്ളവൻ്റെ കുടുംബം കണ്ടാൽ അറിയാം, കുടുംബജീവിതം കണ്ടാൽ അറിയാം. അവൻ്റെ വീടിൻ്റെ അകത്ത് ചെന്നാൽ തന്നെ നമുക്കൊരു അഭിഷേകം ഉണ്ടാകും. ചില സഭകളിൽ ചെന്നാൽ നമ്മൾ പ്രസംഗിക്കാൻ ഒരിക്കലും വചനം പ്രസംഗിക്കാനൊക്കാതെ വണ്ണം എവിടെയോ ഒക്കെ പോരാട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയും. കാരണം ആ സഭ ഡ്രൈ ആണ്. വർഷങ്ങളായിട്ട് ഒരു കുഞ്ഞു പോലും ആ സഭ ജനിച്ചിട്ടില്ല, ഒരു സ്നാനം നടന്നിട്ടില്ല, ഒരു പുതിയ ആത്മാവ് ആ സഭയിൽ വരുന്നില്ല. നല്ല വലിയ ബോർഡുണ്ട്, പക്ഷെ അകത്തൊന്നുമില്ല. പൊള്ളയാണ്, ഗ്യാപ്പാണ്. എന്നാൽ ചില സഭയിൽ ആളുകൾ അധികം കാണത്തില്ല, 5 or 10 പേരെ കാണത്തുള്ളൂ. പക്ഷേ ആ സഭ നീക്കുമ്പോൾ തന്നെ നമ്മൾ കുറിച്ചുകൊണ്ട് പോയ വാക്യങ്ങളും വെച്ച പോയിന്റുകളും പോലും പ്രസംഗിക്കാനൊക്കെ വേണം ആത്മാവിൻ്റെ വ്യാപാരമുണ്ടാകും. പണ്ടത്തെ കാലത്തെ ആരാധന യോഗങ്ങളൊക്കെ 10, 12, 15 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും 1000 പേരിരിക്കുന്ന ആരാധനയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
ഇന്ന് ആരാധനയ്ക്ക് വരുമ്പോൾ ആളുകൾ സമയം നോക്കുക, അയ്യോ എപ്പോഴാ തീരുന്നേ, വരുമ്പോഴേ തീരുന്ന സമയമാണ് അറിയേണ്ടത്. എനിക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ആഗ്രഹമില്ല. ഇന്നത്തെ ഒരു ശുശ്രൂഷ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കൊരു നനമുണ്ടാക്കണം. എത്ര നാളായി ശരിക്കും ഇന്ന് പ്രാർത്ഥിച്ചിട്ട്? എത്ര നാളായി നീ ഉറക്കം ചിരിച്ചിട്ട്? എത്ര നാളായി നീ കൈയടിച്ച് നീ പാട്ട് പാടിയിട്ട്? എത്ര നാളായി മനസ്സോടൊന്ന് ബൈബിളൊന്ന് വായിച്ചിട്ട്? എത്ര നാളായി നിന്റെ വീടിൻ്റെ അകത്ത് ഒരു ഉറക്കൊരു സ്തോത്രം പറഞ്ഞിട്ട്? വിദ്യാനം നിന്റെ വീടിനെ അപഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നന്മകളെയും സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു നനമുണ്ടാക്കണം. എനിക്ക് ആദ്യം ഒരു നനമുണ്ടാക്കണം. ഞാൻ നനഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മേലെ അഭിഷേകം വന്നു കഴിഞ്ഞാൽ ദേശത്തൊരു നനമുണ്ടാകും. നീ പാർക്കുന്ന ചുറ്റുപാടിലും നനവുണ്ടാകും. നീ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നനവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. എന്താ നനവേ? അഭിഷേകത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ, കൃപകളുടെ, കൃപാവരങ്ങളുടെ, വെളിപ്പാടിൻ്റെ, ദർശനത്തിൻ്റെ, രോഗശാന്തിയുടെ, ആരോഗ്യത്തിൻ്റെ ഒരു നനവുണ്ടാകണം. ചില ഭക്തന്മാർ പ്രസംഗിക്കാൻ വന്നു കഴിയുമ്പോൾ, അവർ പ്രസംഗിച്ച് പോയി കഴിയുമ്പോൾ അവരുടെ നനവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. ചില വർഷങ്ങളോളം നിൽക്കും, അല്ല മരണം വരെ നിൽക്കും. അഭിഷേകമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതിനകത്ത് കൃപ വ്യാപരിപ്പിക്കാനിടയായി തീരും. അഭിഷേകത്തിന് നിറവും നനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പോലും അതിശയം കൂറുമാർ നമ്മൾ വിവേകിപ്പാൻ ദൈവത്തിന് കഴിയും. ലോകം എന്നിവരെ കണ്ടുള്ള സകല ഭക്തന്മാരും ദൈവം ഉപയോഗിച്ചത് പ്രാർത്ഥനാ മുറിയിൽ നനഞ്ഞവർ പുറത്തു വന്നതുകൊണ്ടാണ്. 40 വർഷക്കാലം മരുഭൂമിയിൽ മോശ ദൈവം വളർത്തി നനച്ചെടുത്തുകൊണ്ടല്ലേ അടുത്ത 40 വർഷക്കാലം മരുഭൂമിയിൽ ദൈവനെ ഉപയോഗിച്ചത്. ഭക്തന്മാരെയും വീരന്മാരെയും ശൂരന്മാരുള്ള ഭക്തന്മാരെ ദൈവം ഉപയോഗിച്ചത് അഭിഷേകത്തെ നനച്ചെടുത്തുകൊണ്ടാണ്. ആദ്യം എൻ്റെ തോല് നനയണം, ആദ്യം എൻ്റെ കുഞ്ഞുങ്ങൾ നനയണം, ആദ്യം എൻ്റെ സഭ നനയണം. നാട്ടുകാരെ നന്നാക്കുന്നത് മതി, വീടിൻ്റെ അകത്ത് നന്മ ഉണ്ടാക്കട്ടെ. നോഹയെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. 120 വർഷം പ്രസംഗിച്ചിട്ടും മനുഷ്യരായിട്ട് അവൻ്റെ കുടുംബക്കാരല്ലാതെ ഒറ്റ കുഞ്ഞുങ്ങളെ പട്ടണത്തിൽ കയറിയില്ല, ഒറ്റ കുഞ്ഞുങ്ങൾ കയറിയില്ല. 120 വർഷം പ്രസംഗിച്ചിട്ട് നാട്ടുകാരും കയറിയില്ലെങ്കിലും അവൻ്റെ വീട്ടുകാരെല്ലാം കയറാനിടയായി തീർന്നു. അവനും അവൻ്റെ ഭാര്യ, 3 മക്കൾ, ഷേം, ഹാം, യാഫേത്ത്, അവൻ്റെ അവരുടെ ഭാര്യമാർ. നോഹ പ്രസംഗിച്ച് നടന്നുവെങ്കിലും അവൻ്റെ വീടിൻ്റെ അകത്തൊരു നനവുണ്ടായിരുന്നു. പെട്ടകത്തിൻ്റെ അകത്തേക്ക് ആളുകൾ കയറുമ്പോൾ അവൻ്റെ വീട്ടുകാർ മുഴുവൻ അകത്ത് കയറി. നോഹയുടെ 2 പിള്ളേരെ പുറത്തും നോഹയും മറ്റുള്ളവരകത്തുമാണെങ്കിൽ നോഹയ്ക്ക് ആ പെട്ടകം സന്തോഷമാകുമോ? ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാനും കഴിയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ മുഴുവൻ കൃപയിലാകാൻ നീ പ്രാർത്ഥിക്കണം. ഒരു കുള പോലും ശേഷിക്കാതെ ഈ മഞ്ഞൾ നനയണം. ഒരു കുഞ്ഞ് മാത്രം ഉണ്ടായാലും നനഞ്ഞാൽ പോരാ, 2 പിള്ളേരെ മാത്രം നനഞ്ഞാൽ പോരാ, ഭാര്യ മാത്രം നനഞ്ഞാൽ പോരാ, ഭർത്താവ് മാത്രം നനഞ്ഞാൽ പോരാ, കുഞ്ഞുങ്ങൾ മൊത്തത്തിൽ ആത്മാവിൽ നനയണം. സമാധാനം, സന്തോഷം, ഐശ്വര്യം പ്രാപിക്കണം. കാരണം ഒരു വലിയ യുദ്ധം നിന്റെ മുമ്പിലുണ്ട്. മിദ്യാനുള്ള വലിയ പോരാട്ട ഭൂമി നീ നിൽക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് നനഞ്ഞാൽ പോരാ, നിന്റെ തോല് മുഴുവൻ നനയണം. നനയുന്ന അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പിഴിഞ്ഞെടുക്കുന്ന അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഒരു കിണ്ടി വെള്ളം പിഴിഞ്ഞെടുക്കത്തക്കോണമുള്ള നനവാണ് അവനുണ്ടായത്. വെറുതെ വന്നിന്ന് കൈ അടിച്ചതുകൊണ്ടോ വെറുതെ വന്നൊരു സ്വോത്രം പറഞ്ഞുകൊണ്ടോ അല്ല. പല ആളുകൾ ആരാധനയ്ക്ക് വരുമ്പോൾ സ്വോത്രം വരെ അവർക്ക് മടിയാ, കൈ അടിക്കാൻ മടിയാ, ആത്മാവിൽ ആരാധിക്കാൻ അവർക്ക് മടിച്ചിരിക്കുക. ആർക്കാണ്ട് വേണ്ടി ആരാധിക്കുക? പാസ്റ്റർ പറഞ്ഞുകൊണ്ട് മാത്രം ആരാധിക്കുക? അല്ല അല്ല അല്ല. നിന്നെ വിടുവിച്ച ദൈവത്തിന്, നിനക്ക് സൗഖ്യം നൽകിയ ദൈവത്തിന്, നിനക്ക് ആരോഗ്യം നൽകിയ ദൈവത്തിന്, നിന്നെ മാനിച്ച ദൈവത്തിന് മുമ്പിൽ നീ ഏറ്റവും മാനിക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ദൈവം നിനെക്കുറിച്ച് ആഗ്രഹിക്കുക. എന്താ നീ വിഷമിക്കുന്നത്? എന്താ നീ ഭാരപ്പെടുന്നത്? എന്തിനാ നീ നിരാശപ്പെടുന്നത്? നീ ഒറ്റയ്ക്കല്ലല്ലോ, നിന്നെ താങ്ങാൻ ദൈവമില്ലേ? ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നു, ഒരു നനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വരണ്ട അനുഭവങ്ങൾ, പേഴ്സ് വരണ്ടിരിക്കുന്നു, തലമുറ വരണ്ടിരിക്കുന്നു, ജോലി വരണ്ടുപോയി, ബിസിനസ് വരണ്ടുപോയി, കൃഷികളെല്ലാം വരണ്ടുപോയി, നന്മകളെല്ലാം വരണ്ടുപോയി,
പണം ഉണ്ടാക്കാഞ്ഞിട്ടല്ല ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഓട്ടമുള്ള പോക്കറ്റ് പോലെ മുഴുവൻ ചോർന്നു പോകുക. വൈകിട്ട് വരുമ്പോൾ പോക്കറ്റിലുള്ള രാവിലെ വരുമ്പോൾ മുഴുവൻ ചോർന്നു പോകുക. ഒന്നും അനുഭവിക്കാനും കഴിയുന്നില്ല. ആശുപത്രിയിലേക്ക് പോകുന്നു, ഡോക്ടർമാർ കൊണ്ടുപോകുന്നു, സ്കാനിങ്ങുകാർ കൊണ്ടുപോകുന്നു, റേഡിയേഷൻകാർ കൊണ്ടുപോകുന്നു. പണമൊന്നും മിച്ചമില്ല. എല്ലാം സ്വരൂപിക്കുന്നുണ്ട്. ബൈബിള് പറയുന്നു, നിന്റെ കൈകെട്ടി അധ്വാന ഫലം നീ തിന്നും, നിനക്ക് നന്മ വരും. അവനവന്റെ കൈകെട്ടി അധ്വാന ഫലം അവനവൻ തിന്നണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നനവും അനുഗ്രഹം നിന്നും ഉണ്ടായിരിക്കണം. ഇന്നത്തെ എൻ്റെ ആത്മീയ ശുശ്രൂഷ ഞാൻ പറയുന്നു, ഒരു നനവ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വരണ്ട അനുഭവങ്ങളുടെ മേലും ദൈവം ഒരു അത്ഭുതം നിങ്ങൾക്ക് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്കൊരു വിശ്വാസമുണ്ടോ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ ദൈവം എൻ്റെ നിരാശകളെ മാറ്റി ഒരു നനവ് എനിക്ക് തരുമെന്ന്? നിന്റെ തോൽ ഇന്ന് നനയണം. ഗിദിയോൻ വെച്ച ട്രസ്റ്റ്, എൻ്റെ തോൽ ആദ്യം നനയണം, രണ്ടാമതായി പുറത്തുള്ളവർ നനയണം, മറ്റു ദേശം നനയണം. നീ നനഞ്ഞു കഴിയുമ്പോൾ ദേശം നനഞ്ഞിരിക്കും, നിന്റെ അയൽവക്കങ്ങൾ നനഞ്ഞിരിക്കും, നിന്റെ നാട്ടിൽ നനവുണ്ടാകും. എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നു, കേരളം മുഴുവൻ ആത്മാവിൽ ഒരു നനവുണ്ടാകണം. ഇന്ത്യയിൽ ഒരു ആത്മീയമായ നനവുണ്ടാകണം. ലോകവ്യാപകമായി അഭിഷേകത്തിൻ്റെ ഒരു നിറവുണ്ടാകണം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കാണത്തക്കണം ഉണർവ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പസ്തലപ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ കൂടിയ അത്ഭുതങ്ങൾ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വരെ കാണാത്തൊരു ആത്മീയ ഉണർവ് നമ്മുടെ സഭകളിൽ കാണണം, കുടുംബങ്ങളിൽ കാണണം. അതിന് എന്ത് വേണം? നമുക്കൊരു നനവുണ്ടാകണം. പരിശുദ്ധമാവരുടെ നനവ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ഇറങ്ങിയ കൊടിയ കാറ്റ്, പിടന്നിരിക്കുന്ന അഗ്നിനാവുകൾ ഇന്ന് നിന്റെ മേൽ തരാൻ ദൈവത്തിന് കഴിയും. അവരെല്ലാവരും അന്യ ഭാഷകൾ സംസാരിച്ച് തുടങ്ങി നിൽക്കുന്നെങ്കിൽ നിന്റെ നാവിലും ആ ഭാഷ തരുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, ഒരു ആത്മീയ നനം എനിക്ക് തരണമേ, ഒരു ആത്മീയ വിടുതൽ എനിക്ക് തെരുമാറാകണമേ, ആത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും എനിക്ക് തെരുമാറാകണമേ. ഇന്ന് വരെ കാണാത്ത നന്മകളെ പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ വരണ്ടതെല്ലാം മാറുന്നു, നിരാശകൾ മാറുന്നു, നെടുവീർപ്പുകൾ മാറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകൾ പൊട്ടുന്നു. കടുംകെട്ട് വീണ് കിടക്കുന്ന വിഷയങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി നിനക്കൊരു സമാധാനം ദൈവം തരികയാണ്. സഭയ്ക്കൊരു വിടുതൽ ദൈവം തരുന്നു. നിന്റെ നാവിന്മേലൊരു വിടുതൽ ദൈവം തരുന്നു. പ്രാർത്ഥനാ ജീവിതത്തിന്മേൽ വരണ്ട അനുഭവം മാറി ഒരു നനവിന്റെ അഭിഷേകത്തിന്റെ അനുഭവം ദൈവം തരുന്നു. കർത്താവെ, സ്വർഗസ്ഥനായ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വരണ്ട അനുഭവങ്ങളും മാറി, എല്ലാ നിരാശകളും മാറി ഒരു അത്ഭുതമാക്കി നീ മാറ്റണമേ കർത്താവെ. അത്ഭുതങ്ങൾ ദൈവമേ, ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നന്മയ്ക്കൊരു അടയാളം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസിന്റെ തകർച്ച, കുടുംബജീവിതത്തിന്റെ തകർച്ച, തലമയ്ക്കൊരു വിടുതൽ, ശരീരത്തിനൊരു വിടുതൽ കർത്താവെ നീ തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രതികളാലും ജനത്തെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ദൈവം അയച്ചിരിക്കാൻ നന്ദി പറയുന്നു. കർത്താവെ, ഈ ജനത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് കേട്ടവരെല്ലാം വിടുവിക്കപ്പെടുവാൻ, ഗിദിയോനെ പോലെ ദൗത്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹവും സന്തോഷമായി തീരട്ടെ, വിടുതലായി തീരട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ കേട്ടെ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ദൈവനെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. ഏത് പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കണം. രഹസ്യമായി ഞങ്ങളെക്കാതെ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങൾക്ക് ഉടനടി മറുപടി നൽകി തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രയർ ടീം പ്രത്യേകിച്ച് ഫ്രൈഡേ രാവിലെയും ഫ്രൈഡേ വൈകിട്ട് 7 തൊട്ട് 12 വരെ നിങ്ങൾക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങളുടെ 50 ദിവസം നീളുന്ന പ്രയർ ചെയിൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവല്ല പട്ടണത്തിലെ മഞ്ഞാടിക്ക് സമീപ റെയിൽവേ ക്രോസിന് അടുക്കലുള്ള IPC പ്രയർ സെന്റർ സഭയിലേക്ക് ക്ഷണിക്കുന്നു. ജാതി മത ഭേദമന്യേ ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രത്യേകമായ ആരാധന, വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 1 മണി വരെയുള്ള വിടുതൽ ശുശ്രൂഷ, 4:30 മുതൽ ഞായറാഴ്ച ഉള്ളതായ ഇംഗ്ലീഷ് സർവീസ് ക്ഷണിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത്. സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടുന്ന വരെ സവിശേഷത്തിലായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ തിരുവല്ലയിൽ ജോസിസ് ജംഗ്ഷൻ, പുഷ്പേരി റോഡ്, പ്രയർ സെന്റർ ഹാളിൽ ആത്മീയ സംഗമം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11:30 വരെ. ഇംഗ്ലീഷ് വർഷം വൈകിട്ട് 4:30 മുതൽ 5:45 വരെ. ഏവർക്കും സ്വാഗതം. മാറാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, തകർന്ന കുടുംബജീവിതം, ആത്മഹത്യ, പ്രശ്നമേതുമാകട്ടെ, യേശുക്രിസ്തുവിൽ കൂടി സമ്പൂർണ്ണ പരിഹാരം. എല്ലാ വെള്ളിയാഴ്ചയും 10:30 മുതൽ 1 മണി വരെ രോഗശാന്തി വിടുതൽ ശുശ്രൂഷ. ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമ സ്ഥാനം നൽകുന്നു. പാരമ്പര്യത്തെയല്ല, പത്യോപദേശത്തെ ഉയർത്തുന്നു. വിശുദ്ധ ജീവിതത്തിന് ആഹ്വാനം നൽകുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നുവരിക, അനുഗ്രഹം പ്രാപിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ രാജു പൂവക്കാല, IPC പ്രയർ സെന്റർ, PO ബോക്സ് 90, മഞ്ഞാടി, തിരുവല്ല. ഫോൺ നമ്പർ 9847032151, 9744343051, 046926235500. Email ID rajupuakala@gmail.com. YouTube ID Pastor Rajupuakala, youtube.com.